സംസ്ഥാനത്ത് കേരളത്തിൽ മരുന്ന് ക്ഷാമമുണ്ടോ? സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് മരുന്നുകൾ ലഭിക്കുന്നില്ലേ? വലിയ വില കൊടുത്ത മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണോ കേരളത്തിലെ രോഗികൾ? മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജനറൽ ആശുപത്രികളിലും കാരുണ്യ ഫാർമസികളിലും മരുന്നുകൾ കിട്ടാനില്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ആരോഗ്യമന്ത്രിയാണ്. വീണ ജോർജ് തന്നെ പറയും മറുപടി. നിലവിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നില്ല. അത് വാസ്തവത്തിൽ അതൊരു അടിസ്ഥാനമില്ലാത്തൊരു പ്രചരണമാണ് എന്നുള്ളതാണ്. അതിൽ പലതും തെറ്റായ കാര്യങ്ങളാണ്. മരുന്നുമായി ബന്ധപ്പെട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രവർത്തനം പരിശോധിച്ചാൽ മനസ്സിലാകും. ഓരോ വർഷവും ആരോഗ്യ വകുപ്പ് മരുന്നിനു വേണ്ടി ചെലവഴിക്കുന്ന തുക കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ക്ഷാമമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ആരോഗ്യമന്ത്രി. മരുന്ന് കിട്ടാനില്ല എന്നത് മാധ്യമ സൃഷ്ടിയാണോ? അതിനും മറുപടിയുണ്ട്. കാട്ടാക്കട കള്ളിക്കാട് സ്വദേശി രാജേഷിന് വൃക്കരോഗത്തിനായി ഡോക്ടർ 10 മരുന്നുകളാണ് കുറിച്ചു നൽകിയത്. എന്നാൽ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഫാർമസിയിൽ നിന്ന് ലഭിച്ചതോ ആകെ 1 മരുന്ന് മാത്രം. ബാക്കി മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങാനാണ് രാജേഷിന്റെ അമ്മ സുജയ്ക്ക് കിട്ടിയ നിർദ്ദേശം. സ്വകാര്യ ഫാർമസികളിൽ നിന്ന് മരുന്ന് വാങ്ങണമെങ്കിൽ 8000-ലധികം രൂപ ചെലവാകും. പണമില്ലാത്തതിനാൽ മരുന്ന് വാങ്ങാതെ സുജ മകനുമായി മടങ്ങി. എത്ര മരുന്നായി കിട്ടിയത് ഇവിടുന്ന്? ഒരൈറ്റം. അത് വില കൂടിയ മരുന്നായതുകൊണ്ടായിരിക്കും ഇവിടെ ഇല്ലാത്ത. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണേ? പുറത്തുനിന്ന് ഹൃദ്രോഗിയായ കൊല്ലം കടയ്ക്കൽ സ്വദേശി നസീറിനും സമാന അനുഭവം തന്നെ. മൊത്തം 7 ഐറ്റം കൊണ്ടുണ്ട്. 7 8 ഐറ്റം ഉണ്ട്. ഒന്നും കിട്ടിയില്ല. 8 ഐറ്റത്തിൽ ഒന്നും കിട്ടിയില്ല. അപ്പോൾ കള്ളം പറയുന്നത് ആരാണ്? സാധാരണക്കാരായ ഈ രോഗികളാണോ? ഒരു പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കുക പോലും ചെയ്യാത്ത ഒരു സർക്കാർ എങ്ങനെയാണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണുക? കേരളത്തിലെ 1-2 രോഗികളുടെ പ്രശ്നമല്ല ഇത്. ബീച്ച് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കിട്ടണമെങ്കിലുള്ള പെടാപ്പാട് ചെറുതല്ല. ആദ്യം ടോക്കൺ എടുക്കാനുള്ള നീണ്ട വരി. മണിക്കൂറുകൾ താണ്ടി വേണം ഡോക്ടറുടെ അടുത്തെത്താൻ. മണിക്കൂറാണെങ്കിൽ ക്യൂ നിന്നിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. ഇത്ര സമയം ഇവിടെ നിന്നിട്ടാണ് പറയുന്നത് കൗണ്ടറിലെത്തിപ്പോൾ ഒരു മരുന്നും ഇല്ലാതെ. ഇത്ര പ്രായമുള്ള ആളുകളെ ഞങ്ങളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കാറ് എത്ര ബുദ്ധിമുട്ടാണ്. ഡോക്ടറെ കണ്ട് പരിശോധന കഴിഞ്ഞാലോ മരുന്നുകൾ പലതുമില്ല, പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്കുകൾ. ചേട്ടാ, ഇത് പാളയം സ്വദേശിയായ ബുഹാരി ചേട്ടനാണ്. ചേട്ടന് ഇവിടുന്ന് കുറിച്ചു കൊടുത്ത മരുന്നിൻ്റെ ലിസ്റ്റാണ്. നമുക്ക് ചോദിച്ചു നോക്കാം ഈ മരുന്ന് ഇവിടെ ഉണ്ടോ, എന്താണ് സ്ഥിതിയെന്ന്. പുറത്തുനിന്ന് വാങ്ങണം. ഏറ്റവും ചീപ്പസ്റ്റ് സാധനം ഇവിടെ അവൈലബിളാണ്. കുറച്ച് സാധനം ഇവിടെ കിട്ടുന്നില്ല. ഈ കിട്ടുന്ന തന്നെ ഇവിടെ ഇല്ലെങ്കിൽ വേറെ റീജിയനിൽ നിന്ന് പറഞ്ഞാൽ അപ്പുറത്തുണ്ട്, അങ്ങോട്ട് വിടും. അവിടെ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിടും. ഇന്ന് എഴുതി തന്ന മരുന്നിൻ്റെ സീറ്റാണ്. ഒരു ഒറ്റ മരുന്ന് കൂടി ഇവിടെ ഇല്ലയെന്ന് പറയും. പക്ഷെ മന്ത്രി അവകാശപ്പെടുന്നത് എല്ലാ മരുന്നും എല്ലാ ജനറൽ ഹോസ്പിറ്റലിലും ഉണ്ടെന്നാണ്. വെറുതെ ഒന്നുകൂടെ സത്യം പറയാം. അല്ലാണ്ട് ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ടെന്താ കാര്യം? ഇതുവരെ ലൈനൊന്നും ആടെ എത്തിയപ്പോൾ പറയുന്നത് ഒരു മരുന്നും ഇല്ലയാണ്. എല്ലാമുള്ള മരുന്ന് ഏതൊക്കെയാണ് ആദ്യം അവിടുന്ന് വരുമ്പോൾ ഇന്നൊന്നും ഇല്ലയെന്ന് പറഞ്ഞാലും സുഖമാണ്. അവർ പറയുന്നത് കേട്ടില്ലേ? അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടില്ലേ? മരുന്നുണ്ടെന്ന് മന്ത്രി പറയുന്നു, മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് മരുന്നില്ല എന്ന് ഫാർമസിക്കാർ മറുപടി പറയുന്നു. മന്ത്രി കേൾക്കണം ഈ പാവപ്പെട്ടവർക്ക് പറയാനുള്ളത്. ഇന്നലത്തെ തൊണ്ടിൽ 4 ഐറ്റം 2 ഐറ്റം കിട്ടിയുള്ളൂ. ഇന്നത്തെ തൊണ്ട് കാർഡിയോളജി അതിൽ 4 ഐറ്റം 1 ഐറ്റം കിട്ടിയുള്ളൂ. ബാക്കി പുറത്ത് വാങ്ങാനാണ് പറയുന്നത്. ഇവിടെ ഇല്ലെന്ന്. ഷുഗറിൻ്റെ ഡോക്ടറെ കാണാനാണ് വന്നത് ഇന്ന്. പിന്നെ അത് ഗുളികകൾ കുറിച്ചിട്ട് 4 ഗുളിക കുറിച്ച് ഒന്നും ഇവിടെ ഇല്ല. ഒരെണ്ണം പോലും കിട്ടിയില്ല. തൈറോയിഡിൻ്റെ ഗുളികയാണ് കഴിഞ്ഞ മാസം വരെ തന്നതാണ്. ഇപ്പോൾ ഈ തൈറോയിഡിൻ്റെ ഗുളികയില്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ ഫോളിക് ആസിഡിൻ്റെ ഗുളിയില്ലാത്ത ഒരു സർക്കാർ ആശുപത്രി ഇല്ല. അതുപോലും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. മരുന്നില്ല ഇവിടെ. ഒരു ആകെ പാരസെറ്റമോളും ഉണ്ട്. പിന്നെ കുറേ ഇത് അത്യാവശ്യം ഇപ്പോൾ എനിക്ക് എഴുതി തന്നേക്കണ മറ്റു മരുന്നുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രോഗം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വരുള്ളൂ. മരുന്നില്ലെന്ന് പറയണത്. പിന്നെന്താ ചെയ്യണത്? എല്ലാ ടെസ്റ്റും പുറത്തോട്ടാണ് എഴുതണത്. നമുക്ക് എന്ത് പറ്റിയതാ? ശ്വാസം മുട്ടും ഇതൊക്കെയാണ്. ഇപ്പം എല്ലാം പുറത്തോട്ടാണ് എഴുതിയേക്കണത്. 2 മരുന്ന് 3 മരുന്ന് 4 മരുന്ന് എഴുതി. 4 മരുന്ന് എഴുതി. അതിൽ മരുന്ന് 2 മരുന്ന് മാത്രമേ ഇല്ല. സാധനങ്ങളില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ കാലങ്ങളായി ഇവിടെ ഉണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇവിടെ സർക്കാർ ഹോസ്പിറ്റലിൽ ഈ മരുന്ന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഈ ഇൻഡു മാർക്കറ്റ് റെഡിങ് മാർക്കറ്റ് എനിക്ക് ഈ തന്നു? അങ്ങനെയാണെങ്കിൽ ഈ മെഡിസിൻ എനിക്ക് തരണ്ടേ ഇവിടെ ഉണ്ടെങ്കിലേ?
അതിവിടെ ഇല്ലെന്നാ ഫാർമസി എന്ന് പറയുന്നത്. അപ്പം പിന്നെ ആരാണ് പറയുന്നത് ഇവിടെ ഉണ്ടെന്ന്? ഇത്രയും വിലയുള്ള ഗുളികയാണ്, ഇപ്പോൾ നേരിട്ടുള്ള സാധനത്തിനൊക്കെ ഉള്ള ഗുളികയാണ് കഴിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല, ഈ പ്രാവശ്യം കിട്ടുമെന്ന് അറിയില്ല. ഈ വിലയുള്ള ഗുളിക നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് വാങ്ങാൻ കഴിയില്ല. ആരോഗ്യമന്ത്രിയോടാണ്. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകൾ കിട്ടാക്കനിയാണെന്നത് വസ്തുതയാണ്, മാധ്യമ സൃഷ്ടിയല്ല. വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്ന നാഴികയ്ക്ക് 40 വട്ടവും പറയുന്ന ആരോഗ്യമന്ത്രി ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകണം, അല്ലെങ്കിൽ മരുന്നില്ലാതെ വലയുന്ന സാധാരണക്കാരുടെ സങ്കടം കേൾക്കാനെങ്കിലും തയ്യാറാകണം.